കൊച്ചിൻ കാർണിവലിന് മുന്നൊരുക്കങ്ങളുമായി കൊച്ചിൻ കോർപ്പറേഷൻ. കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിലേക്കുള്ള തിരക്ക് നിയന്ത്രണാതീതമായതിനെ തുടർന്നാണ് ഇത്തവണ കൂടുതൽ മുന്നൊരുക്കങ്ങളെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിനായി പള്ളൂരുത്തിയിലും ദർബാർ ഹാൾ ഗ്രൗണ്ടിലും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ജനങ്ങളുടെ കുത്തൊഴുക്ക് തടയാൻ പോലീസിനും കോർപ്പറേഷനും വളരെ പ്രതിസന്ധി നേരിട്ടിരുന്നു. കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങളെ തടഞ്ഞ് തിരിച്ചുവിടേണ്ട അവസ്ഥയുമുണ്ടായി. കാർണിവൽ ആഘോഷത്തിനായി ഫോർട്ട് കൊച്ചിയിലെത്തിയ പലർക്കും ശ്വാസം കിട്ടാത്ത അവസ്ഥ വരെ നേരിടേണ്ടി വന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചും യുവാക്കൾ കൂട്ടമായും ഫോർട്ട് കൊച്ചിയിൽ പപ്പാനിയെ കത്തിക്കാനും കാർണിവൽ കാണാനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയത് കൊച്ചിയിലുണ്ടാക്കിയ തിരക്ക് ചെറുതൊന്നുമല്ല. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദർബാർ ഹാൾ ഗ്രൗണ്ടിലും പള്ളൂരുത്തി ചിറക്കൽ ഗ്രൗണ്ടിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നത്. എറണാകുളത്തും പള്ളൂരുത്തിയിലും ഒക്കെ പരിപാടികൾ നടന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വിമർശന മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു. എല്ലാ ആൾക്കാരും കൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് പോയതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. അപ്പൊ ഇത്തവണ നമ്മൾ അതിന് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ പള്ളൂരുത്തി തന്നെ ഒരു ബാൻഡ്, എനിക്ക് ബാൻഡുകളുടെ പേരൊന്നും ഇപ്പൊ പറയാൻ അറിയില്ല, സ്ത്രീത്ത് പറയും, ഒരു ബാൻഡിന്റെ പ്രോഗ്രാം പള്ളൂരുത്തിയിൽ ഇവിടെ അർജുൻ മാഷിന്റെ അവിടെ നടക്കുന്നുണ്ട്. സുധീറിന്റെ അവിടെ നമ്മൾ ആ ലൈറ്റിംഗ് ആണ്, ചിറക്കൽ പാർക്കിലുണ്ട്, എന്തോ പരിപാടി ഉണ്ടെന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവിൽ വർണ്ണാഭമായ ലൈറ്റിംഗ് സംവിധാനം ഒരുക്കുന്നതും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കുമെന്നാണ് വിലയിരുത്തൽ. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരുക്കുന്ന വിവിധ ബാൻഡുകളുടെ മ്യൂസിക് ഷോയും പള്ളൂരുത്തി ചിറക്കലിൽ വിവിധ കലാപരിപാടികളും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കാനാണ് തീരുമാനമെന്നും അഡ്വക്കേറ്റ് എം അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ പോകാതെ തന്നെ പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾക്ക് കാർണിവലിന്റെ മാറ്റ് ഒട്ടും കുറയാതെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പള്ളൂരുത്തി ചിറക്കലിൽ ആഘോഷങ്ങൾ ഒരുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കളക്ടർക്ക് പരിപൂർണമായും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വ്യാപാര മേഖലയെ കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇവര് മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഈ കച്ചവടം നന്നാകണം, വെള്ളക്കെട്ട് ഉണ്ടാവരുത്, ലൈറ്റ് ഉണ്ടാവണം, ഫ്ലവർ ഷോ ഉണ്ടാവണം, പിന്നെ എപ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാവണം. ഞങ്ങളുടെ ചില സംഘടനാ പരിപാടികൾ മാത്രമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കാമെന്ന് തീരുമാനിക്കരുതെന്ന് പറയണത് അതുകൊണ്ടാണ്. കാരണം സ്വകാര്യ മേഖലയുടെയും കൂടി പിന്തുണ ഉണ്ടായാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ബിനാലെ വന്നു, കാർണിവൽ വന്നു, ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സ് എല്ലാം ഹോട്ടൽസിലാണ്. എല്ലാ ആഘോഷങ്ങൾക്കും സ്വാഭാവികമായിട്ട് ഇവർക്ക് കൊച്ചി ഒരു വാണിജ്യ നഗരമായതുകൊണ്ട് അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ വികസനകാര്യ കമ്മിറ്റി ചെയർമാനോട് സംസാരിച്ചിട്ടുണ്ട്, കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. 31-ാം തീയതി ഒരു പ്രോഗ്രാം കോർപ്പറേഷൻ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇപ്പൊ കളക്ടർ അതിൽ പ്രൈവറ്റ് സ്പോൺസർഷിപ്പിനൊക്കെ കളക്ടറും ഞാനും കൂടി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു പ്രോഗ്രാം ഇല്ലാതെ 31-ാം തീയതി എറണാകുളം പോകില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.